ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരു കൊച്ചു വ്ലോഗാണ്. പിന്നെയും കോവിഡൊക്കെ രൂക്ഷമാകാൻ തുടങ്ങിയ സമയത്ത് തമിഴ്നാട്ടിൽ കോളേജുകളൊക്കെ പൂട്ടി. അപ്പോൾ ചിക്കുവിൻ്റെ കോളേജും പൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ നാട്ടിലേക്ക് വരുന്നതും ഇവിടെ വീട്ടിൽ വന്ന് ഞങ്ങളുടെ ഒരു ദിവസവും പിന്നെ ഒരു ഈസി ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയും അന്നത്തെ ഒരു സിമ്പിൾ ലഞ്ചും ഒക്കെയാണ് കാണിക്കുന്നത്. അങ്ങനെ പെട്ടെന്നായിരുന്നു കോളേജ് പൂട്ടിയത്. നാളെ മുതൽ കോളേജ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. എല്ലാവരോടും വീട്ടിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. അപ്പോൾ പിന്നെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു പോകാനായിട്ട്. പൊങ്കൽ ഹോളിഡേയ്സിനെ പോകാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അതിന് മുമ്പ് തന്നെ പോരാൻ പറ്റി. ചിക്കു പക്ഷെ ഇപ്പോൾ പോയിട്ട് 10 ദിവസമൊക്കെ ആയിട്ടുള്ളൂ. അപ്പോഴത്തേക്ക് തന്നെ തിരിച്ചു വരേണ്ടി വന്നു. വൈകുന്നേരം തന്നെ എല്ലാവരും ഒരുമിച്ച് തന്നെ കോളേജിൽ നിന്ന് ഇറങ്ങി. പിന്നെ സിറ്റിയിലൊക്കെ ഒന്ന് കുറച്ച് കറങ്ങി രാത്രിത്തെ ഫുഡൊക്കെ കഴിച്ച് രാത്രിയാണ് ബസ് ഉണ്ടായിരുന്നത്. ഒരു 11 മണിക്കായിരുന്നു ബസ് സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ പെട്ടെന്നൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും കൂടെ ഒരുമിച്ച് ഒരു ബസ്സിലൊന്നും വരാനൊന്നും പറ്റിയിട്ടില്ല. അപ്പം സ്ലീപ്പർ ബസ് കിട്ടി ഭാഗ്യത്തിന്. കറക്റ്റ് 3 സീറ്റ് മാത്രം ഒഴിവുണ്ടായിരുന്നു. അവർക്ക് അടുത്തടുത്തൊക്കെ തന്നെ കിട്ടി. ഇവർ 3 പേരും ശ്രീലക്ഷ്മിമാരാണ് കേട്ടോ. അങ്ങനെ കയറി അവർ കിടന്നുറങ്ങി. ചിക്കു പക്ഷെ കുറേ ലേറ്റ് ആയിട്ടാണ് ഉറങ്ങിയത്. ചിക്കുവിന് രാത്രി കുറച്ച് ലേറ്റ് ആയിട്ടാണ് ഉറക്കം. പുറത്തേക്ക് നോക്കിയിരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പാട്ടും കേട്ട് കുറേ സമയം പുറത്തേക്കൊക്കെ നോക്കിയിരുന്ന് വീഡിയോ ഒക്കെ എടുത്തു എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടാണ് കിടന്നുറങ്ങിയത്. ഇപ്പോൾ രാവിലെ ഒരു 7 മണിയൊക്കെ ആയപ്പോൾ തന്നെ ട്രിവാൻഡ്രത്തെത്തി. സ്ലീപ്പർ ആയതുകൊണ്ട് നല്ലപോലെ ഉറങ്ങാനൊക്കെ പറ്റിയിരുന്നു. പിന്നെ ഇങ്ങനെ വളവൊക്കെ വരുന്ന സമയത്ത് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉരുണ്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. സുഖമായിട്ട് തന്നെ അങ്ങ് എത്തി. ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. കൂട്ടാനായിട്ട് സൈത്താരനായിരുന്നു പോയിരുന്നത്. അപ്പം വന്ന് കയറുകയാണ്. നേരത്തെ ഉണക്കി പിന്നെ നല്ല ഫുഡ് ഇല്ല നല്ല ഫുഡ് ഒന്നുമില്ല. ഇന്ന് കഞ്ഞിയും പയറും രാവിലെ ബ്രെഡാ തന്നെ. ഇന്ന് നല്ല അപ്പം തരണം. അപ്പല്ല ഇന്ന് ദോശ. നാളെ അപ്പാക്കാം. ദോശ ചിക്കൻ കറി വേണ്ടേ? ചിക്കൻ കറി വേണ്ടേ? വലിയ ദോശയാണ്. ഏത് ദോശ വേണം ഉണ്ടായിത്തരും. അല്ല അത്ര മൊരിഞ്ഞ ദോശയല്ല, അത്ര മൊരിയാത്ത പക്ഷെ വലിയ ദോശ. മനസ്സിലായി? അത് ചിക്കൻ കറിന്റെ കൂടെ കൊണ്ടുവന്നു. ശരി, പോയി കുളിച്ചിട്ടോ. അപ്പോൾ അവള് കുളിക്കാനായിട്ട് പോയി. ഞാൻ അപ്പം ഉണ്ടാക്കാൻ പോവാണ്. ഞാൻ അപ്പമാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ചിക്കുവിനോട് പറഞ്ഞില്ല. ചിക്കുവിനെ പറ്റിക്കാൻ വേണ്ടി ദോശയാണെന്നൊക്കെ പറഞ്ഞതേ ഉള്ളൂ. ഞാൻ അപ്പം തന്നെയാണ് ഉണ്ടാക്കാൻ പോണത്. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ തന്നെ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഈസി ആയിട്ടുള്ള ഒരു അപ്പമായിട്ട് ഇത് തേങ്ങയൊന്നും ചേർക്കാതെ ഉണ്ടാക്കുന്ന ഒരു അപ്പമാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഞാനിത് മാവ് അരച്ച് വെച്ചതെന്നൊന്ന് പെട്ടെന്നൊന്ന് കാണിക്കാം. 2 കപ്പ് പച്ചരി എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് കഴുകിയിട്ട് അതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചിട്ട് വെക്കും കേട്ടോ. ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ചു വെക്കും. ചൂടുവെള്ളം ഒഴിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ചില പച്ചരിക്ക് ഒരു പശിമ ഉണ്ടാവും. അപ്പോൾ ആ ഒരു പശിമ മാറാൻ വേണ്ടിയാണ് ചൂടുവെള്ളം ഒഴിക്കുന്നത്. ഒരുപാട് ചൂടൊഴിക്കരുത്. നമുക്ക് കൈ മുക്കിയാൽ ഒരു ചൂടുണ്ടാവുമല്ലോ, ആ ഒരു പാകം. ഇനി ഇതൊരു 4 മണിക്കൂർ സോക്ക് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ അത് 4 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇത് ഞാൻ തലേദിവസമാണ് കേട്ടോ ഇതൊക്കെ ചെയ്ത് വെക്കുന്നത്. അരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 കപ്പ് അവല്, വെളുത്ത അവലുണ്ടല്ലോ, ഇങ്ങനെ ഒട്ടും കട്ടിയില്ലാതെ കിടക്കുന്ന അവല്, അതാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കപ്പാണ് ഇടുന്നത്. അതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം നമുക്ക് കുറച്ച് അരച്ച് കഴിഞ്ഞ ശേഷം വേണം പിന്നെ ഒഴിക്കാം. 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ഇച്ചിരി മുന്നിട്ട് നിൽക്കുന്ന കേട്ടോ അവിടെ എല്ലാവർക്കും ഇഷ്ടം. അപ്പം മധുരമൊന്നും ഉണ്ടാവില്ല അപ്പത്തിന്, പക്ഷെ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പം ഇത്രയും ഒരു അളവിൽ പഞ്ചസാര ഇടുകയാണെങ്കിൽ അതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ ഈസ്റ്റ്, ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ഏത് ഈസ്റ്റ് ആയാലും കുഴപ്പമില്ല. ഈസ്റ്റ് നല്ലതാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ചേർത്ത് കൊടുക്കാവുള്ളൂ കേട്ടോ. ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് വെള്ളം കുറച്ച് കുറവുള്ള പോലെയുണ്ട്. അപ്പോൾ ഞാൻ ഒരു 1/2 കപ്പും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അത് അരച്ച് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കാം. പലർക്കും കൈകൊണ്ട് മിക്സ് ചെയ്യുന്നതിന് പറയാറുണ്ട്. പക്ഷേ കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു അപ്പം കിട്ടുകയുള്ളൂ. ഇപ്പോൾ നമ്മളിതിങ്ങനെ ഇളക്കി നോക്കുന്ന സമയത്ത് കുറച്ചൊന്ന് തിക്കായിട്ടുള്ളത് പോലെ ഉണ്ടെങ്കിൽ, അപ്പത്തിൻ്റെ മാവ് എന്ന് പറഞ്ഞാൽ ഒത്തിരി അങ്ങ് തിക്കാവരുത്, എന്നാൽ കുറച്ചൊരു ലൂസും ആയിരിക്കണമല്ലോ. ഒരു 1/2 കപ്പും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതാ ഈ ഒരു പരുവത്തിനായിരിക്കണം മാവ്, അതിനനുസരിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് അടച്ച് മാറ്റി വെക്കാം. ഒരു 2 മണിക്കൂറൊക്കെ ഫെർമെൻറ്റ് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ ഒരു 2 മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നന്നായിട്ട് പൊങ്ങി നല്ല ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം.
ഇതിപ്പം നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എപ്പോഴും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പം കിട്ടും, പുളിച്ചു പോവില്ല. നമ്മളിപ്പോൾ രാത്രി മുഴുവനായിട്ടും വെച്ച് കഴിയുമ്പോഴത്തേക്ക് രാവിലെ ആകുമ്പം കുറച്ച് ലേറ്റൊക്കെ ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ടൈമിനനുസരിച്ച് എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അപ്പം പുളിച്ചു പോവും. പുളിച്ചു പോയാൽ അപ്പം കഴിക്കാൻ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എപ്പോഴാണോ നമ്മൾ എണീക്കുന്നത് അതിനനുസരിച്ച് എന്നെപ്പോലുള്ളവർക്കൊക്കെ വളരെ ഉപകാരമായിരിക്കും ഇത്. അതുപോലെ രാവിലെയൊക്കെ എണീക്കുന്നവർക്കാണെങ്കിൽ രാത്രി ഇത്ര ഈസ്റ്റ് ഇടാതെ അരച്ച് വെക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ എടുത്തിരുന്നാലും വലിയ പ്രശ്നമൊന്നുമില്ല. ഈ അപ്പം നമുക്ക് ഇപ്പം തന്നെ ഉണ്ടാക്കാം. ഇപ്പം ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. അത് അടച്ച് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ്. രാവിലെ എടുത്ത് പുറത്ത് വെച്ചിരുന്നാൽ മതി. ഇപ്പം രാവിലെ ആയിട്ടുണ്ട്. അപ്പം കുറച്ചൊന്ന് താണിട്ടൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. നമുക്കൊന്ന് തവി വെച്ചൊന്ന് ഇളക്കിയിട്ട് ഒരു 10-15 മിനിറ്റ് ഒന്ന് പുറത്ത് തന്നെ വെച്ചേക്കാം. നന്നായിട്ടുള്ള ആ ഒരു തണുപ്പൊന്ന് കുറഞ്ഞതിന് ശേഷം നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂണൊക്കെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ കുറച്ച് ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ തേങ്ങ ഇല്ലാത്ത അപ്പമല്ലേ, അപ്പോൾ അതിന് ആ ഒരു തേങ്ങ ഇല്ലാത്തൊരു ഇതൊന്നും വരണ്ട എന്നുള്ളതുകൊണ്ട് വെളിച്ചെണ്ണ ഒഴിക്കുന്നതേ ഉള്ളൂ. അതോടൊഴിച്ച് നമുക്ക് അപ്പം ഉണ്ടാക്കിയെടുക്കാം. ആദ്യത്തെ അപ്പം റെഡി ആയിട്ടുണ്ട്, നമുക്കിങ്ങനെ എടുക്കാം. അടുത്ത മാവും ഒഴിച്ചു കൊടുക്കാനേ. അതുകൊണ്ട് നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പമാണ് ഇത്. കണ്ടാലും കഴിച്ചാലും ഒന്നും പറയില്ല നമ്മളിത് തേങ്ങ അരയ്ക്കാതെയാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്നൊന്നും. ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. ഇതിപ്പോൾ നമ്മൾ എത്ര ദിവസം വേണമെങ്കിൽ നമുക്ക് ഈ ഒരു മാവ് വെക്കാം. കൂടുതൽ ഞാൻ സാധാരണ 4 ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് അരച്ച് ഫ്രിഡ്ജിൽ വെക്കാറുണ്ട്. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് എടുത്ത് ഉണ്ടാക്കി ബാക്കി അങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിരുന്നാൽ മതി, ഒരു കുഴപ്പമില്ല. ഉപ്പൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് പിന്നെ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല. ഈസി ആയിട്ട് ഉണ്ടാക്കാനും പറ്റും. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള അപ്പമാണ്. കണ്ടോ, സൈഡൊക്കെ നല്ല മുരിഞ്ഞാണ് ഇരിക്കുന്നത്, നടുഭാഗമൊക്കെ നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടിരിക്കുന്ന അപ്പം. സൈത്തേട്ടൻ ഇന്ന് ഓഫീസ് ഉണ്ടായിരുന്നു, കഴിച്ചിട്ട് പോയി. ചിക്കു വന്നതാ കഴിക്കാനിരിക്കുകയാണ്. ഇന്നിപ്പം ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. വറുത്തരച്ച ചിക്കൻ കറിയാണ്. ചിക്കുവിൻ്റെ ഫേവറേറ്റ് ആണ് ഈ ഒരു വറുത്തരച്ച ചിക്കൻ കറിയും അപ്പവും. എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് അപ്പവും ചിക്കൻ സ്റ്റൂവും ആണ്. അപ്പോൾ അത് രണ്ടിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. ഞാൻ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. അപ്പോൾ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഇനി ഉച്ചക്കത്തേക്കുള്ള പരിപാടികളൊക്കെ നോക്കണം. ചോറ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. കുക്കറിലാണ് കേട്ടോ വെക്കുന്നത്. ജസ്റ്റ് കുക്കറിൽ അങ്ങ് കഴുകി അരിയിട്ട് കൂടുതൽ നല്ലപോലെ വെള്ളവും വെച്ചങ്ങ് അടച്ചു വെച്ചിരിക്കുകയാണ്. അത് 2-3 വിസിലിൽ നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഇതിപ്പോൾ മട്ട അരി തന്നെയാണ് എടുക്കുന്നത്. പലരും വീഡിയോ ഇട്ടപ്പോൾ പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു മട്ട അരി എങ്ങനെയാണ് വെക്കുന്നതെന്ന് കാണിക്കാമോ എന്ന്. അപ്പോൾ അരിയുടെ വേവ് അനുസരിച്ച് ചിലപ്പോൾ 1 വിസിലോ 2 വിസിലോ 3 വിസിലോ ഒക്കെ വെക്കേണ്ടി വരും, അത്രയേ ഉള്ളൂ. പെട്ടെന്നൊന്നും വേവാത്ത അരിയാണെന്നുണ്ടെങ്കിൽ തുറന്ന് നോക്കി വേവ് നോക്കിയതിന് ശേഷം 1 വിസിലും കൂടെ വെച്ച് കൊടുത്തിരുന്നാൽ മതി. അപ്പം പെർഫെക്റ്റ് ആയിട്ട് തന്നെ ആയിട്ടുണ്ടാവും. ഞാൻ ചോറിനും പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു കറിയായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത് പരിപ്പ് കറിയാണ്. ഈസി പരിപ്പ് കറിയാണ്. ഇത്രയധികം എളുപ്പത്തിൽ ഒരു പരിപ്പ് കറി ഉണ്ടാക്കാൻ പറ്റുമോ എന്ന് തന്നെ സംശയം തോന്നും. ഇവിടെ എല്ലാവർക്കും വലിയ ഇഷ്ടമാണ് ഈ ഒരു പരിപ്പ് കറി. അപ്പോൾ അതിനുവേണ്ടി ഒരു 1/4 കപ്പ് പരിപ്പ് എടുക്കുകയാണ് കേട്ടോ. സാധാരണ പരിപ്പാണ്, സാമ്പാർ പരിപ്പില്ലേ അത് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇപ്പോൾ പരിപ്പ് എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, നല്ല കട്ടിയുള്ള പരിപ്പ് വേണം ഇതുപോലെ കറി ഉണ്ടാക്കുമ്പോൾ എടുക്കാനായിട്ട്. നമ്മൾ കട്ടിയില്ലാത്ത തൊലി പോലെ ഇരിക്കുന്ന പരിപ്പുണ്ടല്ലോ, അതെടുക്കുകയാണെങ്കിൽ ഈ ഒരു കറി വെച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. അപ്പോൾ അത് കഴുകിയെടുത്ത് നമുക്കൊരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് നമുക്കൊരു 1.5 കപ്പൊക്കെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. അത് ഞാൻ കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്ക് 2-3 ചുവന്നുള്ളി, ചെറിയ ഉള്ളിയാണ് വേണ്ടത്, അത് പൊളിച്ചെടുക്കാം. അതങ്ങ് 2ആയിട്ടങ്ങ് മുറിച്ചിട്ട് കൊടുക്കാം. ഒരു 3-4 ചെറിയ ഉള്ളി മതി. ഇനി അതിലേക്ക് നമുക്ക് നല്ലപോലെ പച്ചമുളക് വേണം. പച്ചമുളകാണ് ഈ കറിയുടെ എരിവും ടേസ്റ്റും ഒക്കെ കൊടുക്കുന്നത്. 5 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. കാരണം എരിവില്ല എന്നുണ്ടെങ്കിൽ ഈ കറിക്ക് ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു 2-3 വിസിൽ നമുക്ക് ഓഫാക്കി കൊടുക്കാം. ഇതിൽ നമ്മൾ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. പച്ചമുളകിൻ്റെ ആ ഒരു എരിവും ടേസ്റ്റും മാത്രമാണ് ഈ ഒരു കറിക്ക് ഉണ്ടാവുക. അത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ഇതാ മീൻ ഞാൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അവിടുന്ന് വിളിച്ച് പറഞ്ഞത്, എനിക്ക് ഇന്ന മീൻ വേണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരിതാ കൊണ്ടുവന്നതാണ്. മുറിച്ച് അവർ കൊണ്ടുതരും. നമ്മൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്താൽ മതി. ഇതുപോലെ വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ച് കൊണ്ടുവന്നിട്ടുള്ളത്. എങ്ങനെ വേണേലും മുറിച്ച് തരും കേട്ടോ. എങ്ങനെ വേണമെന്ന് ചോദിച്ചപ്പോൾ ഞാൻ കറിക്കട്ട് മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു വലിയ കഷ്ണമായിട്ട് മുറിച്ചത്. ഫ്രൈഡ് പീസ് എന്ന് പറഞ്ഞാൽ കുറച്ച് തിന്നാക്കിയിട്ടൊക്കെ മുറിച്ച് തന്നേനെ ഞാൻ ഓർത്തില്ല. ഞാൻ കറിക്കട്ടാണ് പറഞ്ഞത്. ഒന്നും കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് 2ആയിട്ട് കട്ട് ചെയ്താൽ മതി. അപ്പോൾ എല്ലാ പീസും ഒന്ന് 2ആയിട്ടൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഉപ്പിട്ടിട്ട് ഒന്ന് കഴുകിയെടുക്കണം. ഇതിപ്പോൾ ഞങ്ങൾ വർക്ക് ഏരിയന്നാണ് കേട്ടോ. ഇങ്ങനെ മീനും ചിക്കനും ഒക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്നാണ് കഴുകുകയൊക്കെ ചെയ്യാം. ചിക്കുവിന് ഇങ്ങനത്തെ കഷ്ണം മീനുകളാണ് ഇഷ്ടം. അപ്പോൾ അവൾ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഇങ്ങനത്തെ ഒരു മീൻ കഴിക്കാൻ കൊതിയാകുന്നതൊക്കെ. അപ്പോൾ അതുകൊണ്ടാണ് ഇത് വാങ്ങിച്ചത്. എനിക്ക് പക്ഷേ കൂടുതൽ ഇഷ്ടം നമ്മുടെ നല്ല നാടൻ നെയ്മത്തിയൊക്കെ ഇല്ലേ, അത് അല്ലെങ്കിൽ നെത്തോലി അങ്ങനത്തെ മീനുകളൊക്കെ എനിക്ക് കുറച്ചുകൂടെ കൂടുതൽ ഇഷ്ടം. മത്തി ഫ്രൈ ചെയ്തൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റ് അല്ലേ. മുളകിട്ടാണെങ്കിലും ഇഷ്ടമാണ്. പീര വെച്ചാൽ അതിലേറെ ഇഷ്ടമാണ്.
ഞങ്ങളങ്ങനെ മീനൊന്നും വാങ്ങാറില്ല കേട്ടോ. എന്ന് വെച്ചാൽ സൈത്തേട്ടന് അങ്ങനെ മീനിനോട് വലിയ താല്പര്യമൊന്നുമില്ല. എനിക്കിഷ്ടമാണ്, പക്ഷെ എന്നാലും എനിക്ക് മാത്രമായിട്ട് അങ്ങനെ ഞാൻ വാങ്ങാറൊന്നുമില്ല. ചിക്ക് വരുമ്പോഴാണ് മീനൊക്കെ കുറച്ച് കൂടുതൽ വാങ്ങിക്കുകയൊക്കെ ചെയ്യുന്നത്, അല്ലെങ്കിൽ വല്ലപ്പോഴും മാത്രമൊക്കെ വാങ്ങിക്കുള്ളൂ. മീൻ ഇന്ന് കുറച്ച് കഷ്ണങ്ങളെടുത്ത് ഫ്രൈ ചെയ്ത് വെക്കുക, ബാക്കി ഫ്രീസറിലേക്ക് വെക്കുകയാണ്. നാളെ കറി വെക്കാനായിട്ടാണ്. അപ്പോൾ അതിലേക്ക് ഫ്രീസറിലൊക്കെ സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ ആട്ടോ വെക്കാറ്. നിങ്ങളെങ്ങനെയാണോ വെക്കാറെന്ന് എനിക്കറിയില്ല. ഞാൻ കുറച്ച് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് മാത്രം ഇട്ട് കുറച്ച് ഉപ്പും ഇട്ട് എല്ലാം കൂടെ അങ്ങ് നന്നായിട്ടൊന്ന് കുഴച്ചിട്ടങ്ങ് അങ്ങനെ തന്നെ അങ്ങ് ഫ്രീസറിലേക്ക് വെക്കും. എന്നിട്ട് പിന്നെ നാളെ എടുക്കുന്ന സമയത്ത് ഈ മുളകൊക്കെ ഒന്ന് കഴുകി കളഞ്ഞിട്ടാണ് കേട്ടോ എടുക്കാറ്. അല്ലാതെ വെറുതെ വെച്ച് കഴിഞ്ഞാലും വെള്ളത്തിലിട്ട് വെച്ചാലും ഒക്കെ എനിക്ക് പിറ്റേ ദിവസമോ അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസമോ ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിന് മീനിൻ്റെ ആ ഒരു ടേസ്റ്റ് മാറിയിട്ടുണ്ടാവും. പക്ഷെ ഇങ്ങനെ ചെയ്ത് വെക്കും ഫ്രഷ് ആയിട്ടുള്ള മീനിൻ്റെ അതേ ടേസ്റ്റ് തന്നെ കിട്ടും. ഇനി ബാക്കി മീനിലോട്ട് മുളക് പുരട്ടി വെക്കുകയാണ്. അപ്പോൾ അതിനുവേണ്ടി മിക്സിയുടെ ജാറിലേക്ക് ഒരു 2 ചുവന്നുള്ളി ഇട്ടിട്ടുണ്ട്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു വെളുത്തുള്ളി ഇട്ടിട്ടുണ്ട്, ഒരു 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3/4 ടീസ്പൂൺ കുരുമുളക് പൊടിയാണ്. കുരുമുളക് അങ്ങനെ തന്നെ ഇട്ടിരുന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ശകലം മാത്രം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്, ഒഴിക്കണം നിർബന്ധമൊന്നുമില്ല. ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ മാത്രം വെള്ളം ഒഴിച്ചിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഒരുപാട് വെള്ളമായി പോകണ്ട. എല്ലാവരും ഇങ്ങനെയൊക്കെ ആയിരിക്കും ചെയ്യുന്നുണ്ടാവുക, ഞാൻ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളൂ. ഇപ്പം തുടക്കക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഹെൽപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ചെയ്യണമെന്നേ ഉള്ളൂ. ഇതിപ്പം അരച്ചെടുത്തിട്ടുണ്ട്, നന്നായിട്ട് തന്നെ അരഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് മീനിലേക്ക് പുരട്ടി അങ്ങ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ, അത്യാവശ്യം തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. പരിപ്പ് അത്യാവശ്യം നല്ലപോലെ വേവണം, എന്നാൽ ഒത്തിരി അങ്ങ് വെന്തങ്ങ് പേസ്റ്റ് പോലെ ആവുകയും വേണ്ട. ഇപ്പം വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടെ വെച്ച് കൊടുക്കാം. വെള്ളമൊക്കെ ഉണ്ട്, ഒരുപാട് വെള്ളമൊന്നും വേണ്ട, കുറച്ച് നല്ല കുറുകിയിരിക്കുന്ന ഒരു കറിയാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഞാനതിന് വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതിപ്പം അരച്ച് എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു അരിപ്പയിൽ കൂടി അങ്ങ് അരിച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാം. പാല് ആണ് ഇവിടെ ഒഴിക്കുന്നത്. ഇതിപ്പോൾ ഈ ഒരു തേങ്ങ ചേർക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല, തേങ്ങ ഇല്ലാതെ ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഇത് മാത്രം ആയാലും ടേസ്റ്റ് തന്നെയാണ്. നല്ല പരിപ്പായിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഒഴിക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി, അധികം വെള്ളമായി പോവാതെ ഇരുന്നാൽ മതി. അപ്പോൾ അത് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ പാലൊഴിക്കുമ്പോൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ അത് തിളക്കട്ടെ. നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ അങ്ങ് ഓഫാക്കാം. ഒരുപാട് സമയം വെച്ച് തിളപ്പിക്കുകയൊന്നും വേണ്ട. നമുക്കതിലേക്ക് നന്നായിട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് വെളിച്ചെണ്ണയാണ്, പച്ച വെളിച്ചെണ്ണ കുറച്ചങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഓഫാക്കിയതിന് ശേഷം ഒഴിച്ചാൽ മതി. ഒഴിച്ചിട്ട് നമുക്ക് ഉടനെ തന്നെ അതങ്ങ് അടച്ചു വെച്ച് കൊടുക്കാം. ആ പച്ച വെളിച്ചെണ്ണയുടെയും പച്ചമുളകിൻ്റെയും ആ ടേസ്റ്റൊക്കെ കൂടെ നന്നായിട്ട് ആ പരിപ്പിലേക്ക് വന്ന് നല്ല രുചിയുള്ള ഒരു കറിയാണ്. ഇതിൽ നമ്മൾ തക്കാളി ഒന്നും ചേർക്കരുതല്ലോ. പരിപ്പും തക്കാളിയും വെക്കുന്നത് അത് വേറൊരു ടേസ്റ്റാണ്, ഇത് വേറൊരു ടേസ്റ്റ്. ഇത് നമ്മൾ ചോറിനൊക്കെ പപ്പടം കൂട്ടി കഴിക്കാനായിട്ട് ബെസ്റ്റ് കോമ്പിനേഷനാണ്. ഈസി കറിയല്ലേ. ഇപ്പം തേങ്ങാപ്പാൽ ഒഴിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും മാത്രം ഒഴിച്ച് ഓഫാക്കാം. മീൻ ഇത് 10 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ ഫ്രൈ ചെയ്യാനായിട്ടാണ്. വെളിച്ചെണ്ണയ്ക്കകത്തോട്ട് കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. അതിൻ്റെ മുകളിലേക്ക് നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഒഴിച്ചു കൊടുക്കാം. അതിപ്പോൾ അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ ഓടി വന്നതാണ്, കമൻസ് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നിപ്പം വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ കമൻസൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻസിന് റിപ്ലൈ കൊടുക്കുകയൊക്കെ ചെയ്യും. പെട്ടെന്നൊന്ന് വന്ന് ചെയ്തിട്ട് പോവുകയാണ്. അപ്പോൾ മീൻ ആ സൈഡായിട്ടുണ്ട്, മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ അത് മറിച്ചിട്ടിട്ടുണ്ട്. അതിലേക്ക് കുറച്ചുകൂടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ല മുരിച്ചെടുക്കണം, അപ്പോഴാണ് നല്ല ടേസ്റ്റ്. അപ്പോൾ അത് നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് എടുക്കാം. അപ്പോൾ ഇനിയിപ്പോൾ ചോറ് കഴിക്കാൻ പോവാണ്. സൈതറിന് ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട്. നമ്മുടെ സിമ്പിൾ ലഞ്ച്, ചോറും പരിപ്പ് കറിയും പിന്നെ കോവക്കയുടെ തോരനാണ്. അതൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം കാണിച്ചിട്ടുള്ളത്, അതുകൊണ്ടാണ് വീഡിയോ ഒന്നും എടുക്കാഞ്ഞത്. ഫിഷ് ഫ്രൈയും ഇത് മതി. ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ഒരു സിമ്പിൾ ലഞ്ച്. അപ്പോൾ ഞങ്ങൾ ലഞ്ച് കഴിക്കട്ടെ. അപ്പോൾ ലഞ്ചൊക്കെ കഴിഞ്ഞ് ചെറിയൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങളിത് വൈകുന്നേരം കോവളത്തേക്ക് പോവാണ്. കോവളം ബീച്ചിൽ പോയിട്ട് കുറേ ആയി. പണ്ട് ഇടയ്ക്കിടയ്ക്കൊക്കെ പോകാറുള്ളതായിരുന്നു. ഇപ്പം കൊറോണ ഒക്കെ ആയതിനു ശേഷം അങ്ങനെ പോകാറില്ല. ചിക്കു കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്തും പോകണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അന്ന് പോകാനൊന്നും പറ്റിയില്ല, പെട്ടെന്ന് വന്ന് പോയതല്ലേ. ഇപ്പം നമ്മൾ കോവളത്തെത്തി. ഇവിടെ നല്ല തിരക്കാട്ടോ. ബീച്ചിൽ വരിക എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമല്ലേ. എനിക്കും ഭയങ്കര ഇഷ്ടമാണ്. ബീച്ചിൽ വരുമ്പോൾ എപ്പോഴും എനിക്ക് പണ്ട് കോഴിക്കോട് ബീച്ചിൽ പോയ ആ ഒരു നൊസ്റ്റാൾജിയാണ് എപ്പോഴും ഉണ്ടാവുക. എപ്പോഴും പോകാറുണ്ടായിരുന്നു, അച്ഛനും അമ്മയും ഞാനും അനിയനും കൂടെ. അതൊക്കെ ശരിക്കും ഒരു ഓർമ്മയാണ്. എത്ര പെട്ടെന്ന് അതൊക്കെ കഴിഞ്ഞത്. അതെന്ന് പറയുന്നത് ഒരു കാലം, ഇപ്പം എന്ന് പറയുന്നത് വേറൊരു കാലം. ശരിക്കും ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ട് പോലുമില്ല ട്രിവാൻഡ്രത്ത് വരുമെന്നും ട്രിവാൻഡ്രത്ത് വന്ന് സെറ്റിലാവുമെന്നൊന്നും. നമ്മളൊന്നും വിചാരിക്കുന്ന പോലെ അല്ലല്ലോ ഓരോ കാര്യങ്ങളൊന്നും നടക്കുന്നതൊന്നും. എവിടെയോ ജനിക്കുന്നു, എവിടെയോ ജീവിക്കുന്നു, എവിടെയോ മരിക്കുന്നു.
അത്രയേ ഉള്ളൂ നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത്. അപ്പം നമ്മുടെയൊക്കെ ഒരു കൊച്ചു ജീവിതത്തിൽ സന്തോഷിക്കാൻ കിട്ടുന്ന സമയങ്ങളൊന്നും ഒഴിവാക്കാതെ മാക്സിമം സന്തോഷിച്ച് ജീവിക്കുക എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും തോന്നാറുള്ളത്. ആ കാണുന്നത് റാവിസ് ഹോട്ടലാണ്. അവിടെ ഒരു കല്യാണം എന്തോ നടക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു ഹോട്ടലിൽ താമസിച്ചാലോ അവിടുന്ന് ഭക്ഷണം കഴിച്ചാലോ ഒന്നും മാത്രമൊന്നും അല്ല നമുക്ക് സന്തോഷം ഉണ്ടാകുക. ഇവിടെ ഈ കടൽ വെള്ളത്തിൽ കാല് നനച്ച് നിൽക്കുമ്പോൾ കിട്ടുന്നതും അതേ സന്തോഷം തന്നെയാണ്. കേട്ടിട്ടില്ലേ, നമ്മൾ ഒരിക്കലും മുകളിലോട്ട് നോക്കരുത് താഴോട്ട് നോക്കരുതെന്ന് പറയും. അത് നമ്മൾ മുകളിലോട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അതില്ലല്ലോ ഇതില്ലല്ലോ എന്നൊക്കെ തോന്നി നമുക്ക് എന്താണോ ഉള്ളത് അതിൽ നമുക്കൊരിക്കലും സന്തോഷിക്കാൻ കഴിയില്ല, നമ്മളത് കാണുക പോലുമില്ല. അതേസമയം നമ്മൾ താഴോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അഹങ്കാരം എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്, അത് കയറി വരികയും ചെയ്യും. അപ്പോഴും നമുക്ക് നമ്മളെ കാണാൻ പറ്റില്ല, നമ്മൾക്ക് എന്താണോ ഉള്ളതെന്നുള്ളത് മനസ്സിലാവുകയില്ല. അതുകൊണ്ട് നമ്മളെ തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കുള്ളത് എന്താണോ അത് എത്ര ചെറുതാണെങ്കിലും അതിൽ നമ്മൾ കൂടുതൽ സന്തോഷം കണ്ടെത്തി സന്തോഷിക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ സന്തോഷം നമ്മളെ തേടി വരും. അപ്പം അതുകൊണ്ട് എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. സ്റ്റേ ഹാപ്പി, സ്റ്റേ പോസിറ്റീവ്. ബൈ.